പത്തനംതിട്ട കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഇമെയിൽ മുഖേനയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, എപ്പോഴാണ് ഭീഷണി സന്ദേശം എത്തിയത്? അവിടെ എന്തൊക്കെ സുരക്ഷാ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്? ലക്ഷ്മി, നിലവിൽ ഡോഗ് സ്ക്വാഡ് പോലീസ് ഉൾപ്പെടെ കളക്ടറേറ്റിലെത്തി പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെ ആണ് ഇത്തരത്തിൽ ഒരു ഇമെയിൽ സന്ദേശം ലഭിച്ചത്. ഇന്ന് കളക്ടറേറ്റിൽ അനിഷ്ട സംഭവം നടക്കും, ഇത്തരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണി സന്ദേശമായിരുന്നു ലഭിച്ചത്. അതിനുശേഷം വിവരം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ജീവനക്കാരെ എല്ലാവരെയും തന്നെ ഓഫീസുകളിൽ നിന്നും പുറത്തിറക്കി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. നിലവിൽ ഡോഗ് സ്ക്വാഡും പോലീസും ഉൾപ്പെടെ കളക്ടറേറ്റിനകത്ത് എല്ലാ മുറികളും പരിശോധന നടത്തുകയാണ്. സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള തരത്തിലെല്ലാം പരിശോധനകൾ നടത്തുകയാണ്. നിലവിൽ മെയിൽ എത്ര മണിക്കാണ് വന്നതെന്ന് ഇന്ന് രാവിലെ 10 മണിയോടെ ഇമെയിൽ സന്ദേശം ലഭിച്ചു എന്നാണ് ജീവനക്കാർ ADM ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും എല്ലാവരെയും മുഴുവൻ ജീവനക്കാരെയും കളക്ടറേറ്റിൽ നിന്നും പുറത്തിറക്കി നിർത്തിയിരിക്കുകയാണ്. നിലവിൽ അകത്ത് ഡോഗ് സ്ക്വാഡും പോലീസും ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. ഇതുവരെയും സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇന്ന് പുലർച്ചെ ഏകദേശം 6:30 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണി സന്ദേശം ലഭിച്ചത്. ഉടൻ തന്നെ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. തുടർന്ന് ഡോഗ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനോടകം തന്നെ പരിശോധന നടത്തുകയാണ്. ഇതിനോടകം തന്നെ മുഴുവൻ ജീവനക്കാരെയും നിലവിൽ കളക്ടറേറ്റിൽ നിന്നും പുറത്തിറക്കി നിർത്തിയിരിക്കുകയായിരുന്നു. എന്തായാലും ഇതുവരെയും അത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ തന്നെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ പോലീസ് കരുതുന്നത് ഒരു വ്യാജ ഭീഷണിയായിരുന്നു, വ്യാജ ബോംബ് ഭീഷണി എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ഈ തെരച്ചിൽ കൂടുതൽ സമയമെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പൂർത്തിയായാൽ മാത്രമേ അതിലൊരു ഔദ്യോഗികമായി വ്യാജ ബോംബ് ഭീഷണിയായിരുന്നു കളക്ടറേറ്റിൽ ലഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആരുടെ ഇമെയിൽ ID-യിലേക്കാണ് ഈ ഭീഷണി ഇമെയിൽ വന്നിരിക്കുന്നത്? കൃത്യമായി ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എന്ത് ഭാഷയിലാണ് ആ സന്ദേശം? ലക്ഷ്മി, കളക്ടറേറ്റിൻ്റെ ഔദ്യോഗിക ഇമെയിൽ ID-യിലേക്കാണ് ആ മെസ്സേജ് ഭീഷണി സന്ദേശം വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിലായിരുന്നു ഭീഷണി സന്ദേശം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതുമായി സംബന്ധിച്ച ഒരു മെസ്സേജായിരുന്നു, സന്ദേശമായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയിരുന്നത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് നിരവധി ആളുകളിൽ, ഇന്ത്യയിലെ നിരവധി ആളുകളിൽ അതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന തരത്തിൽ തന്നെയാണ് ആ മെയിൽ ID ഈ ഭീഷണി സന്ദേശം പറഞ്ഞു തുടങ്ങുന്നത്. എങ്കിൽ പോലും പോലീസ് അത്തരത്തിലുള്ള ഭീഷണി സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കാര്യമുള്ളതായി പോലീസ് കരുതുന്നില്ല. കാരണം ഇവിടെയെല്ലാം ഇത്രയും സമയം തെരച്ചിൽ നടത്തിയിട്ടും എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ തന്നെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. എന്തായാലും ഈ മെയിൽ ID തുടങ്ങുന്നത് അത്തരത്തിൽ തന്നെയാണ്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് നിരവധി ആളുകളിൽ അത് വേദനയുണ്ടാക്കി, മനസ്സിൽ വേദനയുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മെയിൽ ID തുടങ്ങുന്നത്. പക്ഷേ പോലീസ് ഇത്തരത്തിലുള്ള മെയിൽ ID-യിൽ പറയുന്ന കാര്യങ്ങളൊന്നും കണക്കിലെടുക്കുന്നില്ല, മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ശക്തമായ പരിശോധന നിലവിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള, ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നിലവിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ പരിശോധന നടത്തുന്നു. ഇതുവരെയും അത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ ഒന്നും കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ പുലർച്ചെ 6:30 മണിയോടുകൂടിയായിരുന്നു കളക്ടറേറ്റിലെ ഔദ്യോഗിക മെയിൽ ID-യിലേക്ക് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുന്നു. അപ്പോഴേക്കും ജീവനക്കാരെല്ലാവരും തന്നെ കളക്ടറേറ്റിൽ എത്തി തുടങ്ങിയിരുന്നു. തുടർന്ന് ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ലഭിച്ചതായുള്ള ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.